അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 102ാമത്തെ പേജിലുള്ള ശരീരത്തിൻ്റെ വളർച്ചയും അസ്ഥികളുടെ വികാസവും എന്ന പാഠഭാഗത്തെയാണ്. നിങ്ങളെല്ലാവരും അതെടുത്തു എന്ന് വിചാരിക്കുന്നു. ബോഡി ഗ്രോത്ത് ആൻഡ് ബോൺ ഡെവലപ്മെൻറ്റ്, ശരീരത്തിൻ്റെ വളർച്ചയും അസ്ഥികളുടെ വികാസവും, പേജ് 102. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 128. വിത്ത് വാട്ട് ഗ്രോത്ത് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ് ഈസ് അസോസിയേറ്റഡ്? എന്തിനോടാണ് കൗമാരത്തിലും ശൈശവത്തിലും വളർച്ച ബന്ധപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? എപ്പോഴാണ്? കൗമാരത്തിലും കുട്ടിക്കാലത്തും വളർച്ചയുടെ വികാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരം ഇങ്ങനെ എഴുതാം: ഗ്രോത്ത് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് സ്കെൽറ്റൽ സിസ്റ്റം. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം: കുട്ടിക്കാലത്തും കൗമാരത്തും വളർച്ച ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നത് ഡെവലപ്മെൻറ്റ്, അതായത് വളർച്ച ഉണ്ടാകുന്നത് ഓഫ് സ്കെൽറ്റൽ സിസ്റ്റം. അതായത് സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അസ്ഥികളുടെ ആ വളർച്ച ഉണ്ടാകുന്ന, അസ്ഥികൾക്കുണ്ടാകുന്ന വളർച്ചയാണ്, അല്ലെങ്കിൽ അസ്ഥികളിൽ ഉണ്ടാകുന്ന വളർച്ചയാണ് ഒരാളുടെ വളർച്ചയായിട്ട് കുട്ടിക്കാലത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 129ാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കാൽസ്യം ഇൻ അവർ ബോഡി? നമ്മളുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന്. രണ്ടാമതായിട്ട് ചോദിക്കുന്നത്: വൈ വി ഷുഡ് ഈറ്റ് ഫുഡ് റിച്ച് ഇൻ കാൽസ്യം? അല്ലെങ്കിൽ അതേ ചോദ്യം തന്നെ നമ്മളോട് ചോദിക്കാം: എന്തുകൊണ്ടാണ് നമ്മൾ കാൽസ്യം അധികമുള്ള ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ ഒന്നുകിൽ കാൽസ്യത്തിൻ്റെ പ്രാധാന്യം എന്താണ് നമ്മളുടെ ശരീരത്തിൽ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കാൽസ്യം ഇൻ അവർ ബോഡി, അല്ലെങ്കിൽ വൈ ഷുഡ് വി ഈറ്റ് ഫുഡ് റിച്ച് ഇൻ കാൽസ്യം, കാൽസ്യം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ എന്തിന് കഴിക്കണം? ഓക്കെ, ഉത്തരം ഇങ്ങനെ എഴുതാം: അവർ ബോഡി നീഡ്സ് കാൽസ്യം, നമ്മളുടെ ശരീരത്തിന് കാൽസ്യം ആവശ്യമുണ്ട്. ബിക്കോസ് കാൽസ്യം ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ ബോൺസ് ടു എൻഷുവർ ദെയർ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. അതായത് നമ്മളുടെ ശരീരത്തിന് കാൽസ്യം അനിവാര്യമാണ്. കാരണം കാൽസ്യം ഉള്ള ഭക്ഷണം കഴിച്ചാൽ എന്ത് പറ്റും? അവർ ബോഡി നീഡ്സ് കാൽസ്യം, നമ്മളുടെ ശരീരത്തിന് കാൽസ്യം അനിവാര്യമാണ്. ബിക്കോസ് കാരണം എന്തെന്നാൽ കാൽസ്യം ഷുഡ് ബി ഡെപ്പോസിറ്റഡ്, കാൽസ്യത്തെ ഡിപ്പോസിറ്റ് ചെയ്യണം എവിടെ? ഇൻ ദ ബോൺസ്, അതായത് എല്ലുകളിൽ അല്ലെങ്കിൽ അസ്ഥികളിൽ, ഈ ബോൺസിൽ എന്ത് ചെയ്യണം? കാൽസ്യത്തെ ഡിപ്പോസിറ്റ് ചെയ്യണം. എന്തിനാണ്? ടു എൻഷുവർ ദെയർ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്, അവയുടെ കാഠിന്യവും അതുപോലെ തന്നെ അവയുടെ ശക്തിയും വളരുന്നതിന് വേണ്ടിയിട്ട് കാൽസ്യം നമ്മളുടെ ശരീരത്തിന് അനിവാര്യമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി 130ാമത്തെ ചോദ്യം: റൈറ്റ് ദ നെയിം ഓഫ് സം ഫുഡ് റിച്ച് ഇൻ കാൽസ്യം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഫുഡുകൾ, ഈ ചില ആഹാര പദാർത്ഥങ്ങളുടെ പേരെഴുതുക കാൽസ്യം കൂടുതലായിട്ടുള്ളത്. ഫുഡ് റിച്ച് ഇൻ കാൽസ്യം ആർ ഡയറി പ്രൊഡക്ട്സ്, അതായത് പാലും പാലുൽപ്പന്നങ്ങളും. അതായത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് നോക്കുന്നു: മിൽക്ക്, യോഗോട്ട്, ബട്ടർ, ഫിഷ്, ലീഫി വെജിറ്റബിൾസ് തുടങ്ങിയവയെല്ലാം കാൽസ്യം ഉള്ളവയാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെല്ലാമാണ് കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ? പാലും പാലുൽപ്പന്നങ്ങളും. ഏതെല്ലാമാണ്? തൈര്, വെണ്ണ, മത്സ്യങ്ങൾ, ഇലക്കറികൾ തുടങ്ങിയവയെല്ലാം എന്തുള്ളവയാണ്? കാൽസ്യം വളരെയധികം ഉള്ളവയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെണ്ണയും ബട്ടറും അതുപോലെ തന്നെ മിൽക്ക്, പാലും വെണ്ണയും മോരും മീനും ഇലക്കറികളും ഒക്കെ കാൽസ്യം വളരെ അധികം ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 131ാമത്തെ ചോദ്യമാണ്. ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ കേട്ടോ, ആർക്കെങ്കിലും ഇതിൻ്റെ ഹാർഡ് കോപ്പി ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. വൈ വി നീഡ് ടു ഈറ്റ് ഫുഡ് റിച്ച് ഇൻ കാൽസ്യം ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്? എന്തുകൊണ്ടാണ് ചൈൽഡ്ഹുഡിലും ശൈശവത്തിലും കൗമാരകാലത്തും നമ്മൾ കാൽസ്യം കൂടുതലുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കാം: ഹൗ വൈറ്റമിൻ ഡി ആൻഡ് ബോൺസ് ആർ കണക്റ്റഡ് എന്ന് ചോദിച്ചാലും ഈ ഉത്തരം തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. ഗ്രോത്ത് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്കെൽറ്റൽ സിസ്റ്റം. അത് നമുക്കറിയാം. വളർച്ച എപ്പോഴാണ്? ശൈശവത്തിലും കൗമാരത്തിലും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നത് എന്തിനോട് ബന്ധപ്പെട്ടാണ്? സ്കെൽറ്റൽ സിസ്റ്റത്തിനോട്
ആയിട്ടാണ്. അവർ ബോഡി നീഡ്സ് കാൽസ്യം ബിക്കോസ് നമ്മളുടെ ശരീരത്തിന് കാൽസ്യം അനിവാര്യമാണ്. ബിക്കോസ് കാൽസ്യം ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ ബോൺസ് ടു എൻഷുവർ ദെയർ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. നമ്മളുടെ ശരീരത്തിന് കാൽസ്യം അനിവാര്യമാണ്. കാരണം ഈ കാൽസ്യം നമ്മളുടെ ബോണുകളിൽ, അസ്ഥികളിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടണം. ഇതിനാണ് അവയുടെ കാഠിന്യത്തിനും ശക്തിക്കും വേണ്ടി. സോ വി മസ്റ്റ് ഈറ്റ് ഫുഡ് റിച്ച് ഇൻ കാൽസ്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാൽസ്യം റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ കാൽസ്യം ഒത്തിരിയുള്ള ആ ഫുഡ്, ഭക്ഷണം കഴിക്കേണ്ടത് അനിവാര്യമാണ്. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം 31ാമത്തെ ചോദ്യമാണ്. വിച്ച് വൈറ്റമിൻ ഈസ് നെസസറി ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം? ഏത് വൈറ്റമിനാണ് കാൽസ്യത്തെ ആഗിരണം ചെയ്യുന്നതിനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ എഴുതാം? വിച്ച് വൈറ്റമിൻ ഈസ് നെസസറി ഫോർ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം വൈറ്റമിൻ ഡി ഈസ് നെസസറി ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ആണ് കാൽസ്യത്തിൻ്റെ ആഗിരണത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഹൗ ക്യാൻ ദ ബോഡി പ്രൊഡ്യൂസ് വൈറ്റമിൻ ഡി നാച്ചുറലി? എങ്ങനെ നമ്മളുടെ ശരീരത്തിന് പ്രകൃതിദത്തമായിട്ട് വൈറ്റമിൻ ഡിയെ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കും? ഫോർ ദ നാച്ചുറൽ പ്രൊഡക്ഷൻ ഓഫ് വൈറ്റമിൻ ഡി ഇൻ സ്കിൻ, അതായത് നിങ്ങൾ മനസ്സിലാക്കുക, നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ട് നമുക്ക് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ശരീരത്തിലാണ്. അതിനെന്താ ചെയ്യേണ്ടത്? എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് എക്സ്പോസസ് ടു സൺലൈറ്റ്, അതായത് നമ്മളെ തന്നെ നമ്മൾ സൂര്യപ്രകാശത്തിലുള്ള നിൽക്കുന്ന പ്രവൃത്തികളുമായിട്ട് ഇടപഴകി ചെയ്തു കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇനി 132ാമത്തെ ചോദ്യം. വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി വൈറ്റമിൻ ഡി ഈസ് പ്രൊഡ്യൂസ്ഡ് നാച്ചുറലി? ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് പ്രകൃതിദത്ത വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? വൈറ്റമിൻ ഡി ഈസ് പ്രൊഡ്യൂസ്ഡ് നാച്ചുറലി ഇൻ ദ സ്കിൻ, അതായത് വൈറ്റമിൻ ഡി പ്രകൃതിദത്ത ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മളുടെ സ്കിൻ അല്ലെങ്കിൽ ത്വക്കിൽ ആണ്. ഓക്കെ. 133ാമത്തെ ചോദ്യം. വാട്ട് എലമെന്റ് ഫ്രം അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദ നാച്ചുറൽ പ്രൊഡക്ഷൻ ഓഫ് വൈറ്റമിൻ ഡി? ഏത് പദാർത്ഥമാണ് അറ്റ്മോസ്ഫിയറിൽ നിന്നും നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയെ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നത്? The element from atmosphere helps in the natural production of vitamin D in the skin is sunlight. അതായത് പ്രകൃതിയിൽ നിന്ന് വരുന്ന ആ പദാർത്ഥം, അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന പദാർത്ഥം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയെ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. ഓക്കെ. ദ എലമെന്റ് ഫ്രം അറ്റ്മോസ്ഫിയർ, അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള മൂലകം ഏതാണ്? ഹെൽപ്പ് ഇൻ ദ നാച്ചുറൽ പ്രൊഡക്ഷൻ, പ്രകൃതിദത്ത പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തായിട്ട് ഓഫ് വൈറ്റമിൻ ഡിയെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന എന്താണ്? ഇൻ ദ സ്കിൻ ഈസ് സൺലൈറ്റ്. നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് സൺലൈറ്റ് ആണ് അല്ലെങ്കിൽ സൂര്യപ്രകാശം ആണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വിച്ച് ആർ ദ ഫുഡ്സ് റിച്ച് ഇൻ വൈറ്റമിൻ ഡി? ഏതെല്ലാമാണ് വൈറ്റമിൻ ഡിയുടെ റിച്ച് ആയിട്ടുള്ള, അധികമായിട്ടുള്ളത്? എഗ്സ്, ഫിഷസ് ലൈക്ക് സാർഡിയൻസ്, മക്കാറൽ എക്സെട്ര ആർ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഡയറി പ്രൊഡക്റ്റ്, ലീഫി വെജിറ്റബിൾസ് അത് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. എഗ്ഗ്, ഫിഷ് ലൈക്ക് സാർഡിയൻസ് ആൻഡ് മക്കാറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തിയും അയിലയും അല്ലെങ്കിൽ ചാളയും അയിലയും ഒക്കെ എന്താണ്? വളരെയധികം വൈറ്റമിൻ ഡി നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇനി 135ാമത്തെ ചോദ്യം. വൈ ആസ് ഏജ് ഇൻക്രീസ് ദ പോസിബിലിറ്റി ഓഫ് ബോൺ ഫ്രാക്ചർ ഇൻക്രീസ്? എന്തുകൊണ്ടാണ് വയസ്സ് കൂടുന്നതിനനുസരിച്ച് എല്ലുകളുടെ വളർച്ച അല്ലെങ്കിൽ എല്ലുകൾ ഒടിയുവാനോ അല്ലെങ്കിൽ എല്ലുകൾക്ക് തകരാറ് സംഭവിക്കുവാനുള്ള സാധ്യത കൂടുന്നത്? പോസിബിലിറ്റി ഓഫ് ബോൺ ഫ്രാക്ചർ, ബോണുകൾക്ക് പൊട്ടൽ വീഴുവാനുള്ള സാധ്യത, ഫ്രാക്ചർ എന്ന് വെച്ചാൽ പൊട്ടൽ വീഴുവാനുള്ള സാധ്യത, ഇൻക്രീസ് എന്ന് വെച്ചാൽ കൂടുക. ആസ് ഏജ് ഇൻക്രീസ്, വയസ്സ് കൂടുന്നതിൻ്റെ അനുസരിച്ച്. ആസ് ഏജ് അഡ്വാൻസസ് ദ ഡെൻസിറ്റി ഓഫ് ദ ബോൺ ഡിക്രീസസ് മേക്ക് ദം വീക്കർ ആൻഡ് മോർ പ്രോൺ ടു ഫ്രാക്ചർ. അതായത് ഈ വയസ്സ് കൂടുന്നതിനനുസരിച്ച് എന്താണ് പറയുന്നത്? ഡെൻസിറ്റി ഓഫ് ബോൺസ് അല്ലെങ്കിൽ ബോണിൻ്റെ കാഠിന്യം എന്ത് ചെയ്യുന്നു? ഡിക്രീസ്, കുറയുന്നു. അതെന്താ സംഭവിക്കുന്നത്? മേക്ക് ദം വീക്കർ, അത് അവരെ ശക്തി കുറഞ്ഞവരാക്കുന്നു. ആൻഡ് മോർ പ്രോൺ ടു ഫ്രാക്ചർ, അത് എന്ത് ചെയ്യുന്നു? ഈ എല്ലുകൾ പെട്ടെന്ന് ഒടിയുവാനുള്ള കാരണവുമായി തീരുന്നു. ഇനി 136ാമത്തെ ചോദ്യം. വാട്ട്
പ്രിവെന്റ് ദ ഡിഗ്രഡേഷൻ ഓഫ് ബോൺസ്. എന്താണ് ബോണുകളുടെ അധപ്പതനത്തിന് അല്ലെങ്കിൽ നാശത്തിന് കാരണമായി സംഭവിക്കാതിരിക്കാൻ സഹായിക്കുന്നത്? ഡീഗ്രഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിഥിലീകരിച്ചു പോവുക എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് പ്രിവെൻസ്, നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ സംഭവിപ്പിക്കാതെ ഇരിക്കുന്നത്? ഡീഗ്രഡേഷൻ, ശിഥിലീകരണം സംഭവിപ്പിക്കാതിരിക്കുന്നത് എന്തിന്? ബോണിന്. ന്യൂട്രീഷ്യസ് ഡയറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രിവെൻറ്റിംഗ് ദ ഡിഗ്രഡേഷൻ ഓഫ് ബോൺസ്. അതായത് നല്ല പോഷകാഹാരങ്ങൾ അടങ്ങിയ ഭക്ഷണമാണ് എന്താണ് ബോണുകളുടെ അല്ലെങ്കിൽ അസ്ഥികളുടെ ശിഥിലീകരണത്തെ ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ സംഭവിപ്പിക്കാതിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 137ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ബോൺസ്? എന്താണ് ബോണുകളുടെ മുഖ്യമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ മേജർ ഫങ്ഷൻ ഓഫ് ദ ബോൺസ് ആർ ദ ബോഡി സപ്പോർട്ട്. മേജർ ഫങ്ഷൻ എന്ന് വെച്ചാൽ ബോണിൻ്റെ ഏറ്റവും മുഖ്യമായ പ്രവർത്തനം എന്ന് പറയുന്നത് ബോഡിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫെസിലിറ്റേഷൻ ഓഫ് മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ചലനത്തെ സഹായിക്കുക, അതായത് ബോഡിയെ സപ്പോർട്ട് ചെയ്യുക, ചലനത്തെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ്, ആന്തര അവയവങ്ങളെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ സ്റ്റോറേജ് ഓഫ് മിനറൽസ് ആൻഡ് ഫാറ്റ്, അതായത് മിനറൽസിനെയും ഫാറ്റിനെയും ശരീരത്തിൻ്റെ ബോണിൽ ശേഖരിച്ച് വെക്കുക എന്നുള്ളവയാണ്. ഇനി 138ാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി അഫക്റ്റ് ദ ബോഡി? എങ്ങനെയാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് ശരീരത്തിനെ ബാധിക്കുന്നത്? ഇഫ് ദ വൈറ്റമിൻ ഡി ലെവൽസ് ആർ ലോ, ദ ബോഡി ഈസ് നോട്ട് ഏബിൾ ടു പ്രോപ്പർലി അബ്സോർബ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്. അതായത് വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മളുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ നമ്മളുടെ ശരീരത്തിന് ശരിയായ രീതിയിൽ കാൽസ്യത്തെയും ഫോസ്ഫറസിനെയും ആഗിരണം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ദിസ് വിൽ ലീഡ് ടു ആൻ ഇൻക്രീസ് റിസ്ക് ഓഫ് ബോൺ പെയിൻ. ഇതെന്ത് ചെയ്യുന്നു? ബോൺ പെയിൻ, അതായത് അസ്ഥികളുടെ വേദനയ്ക്ക് കൂടുതൽ കാരണമായി തീരും. ബോൺ ഫ്രാക്ചർ, അസ്ഥികൾക്ക് പൊട്ടുണ്ടാവാൻ സാധ്യതയുണ്ടാവും. മസിൽ പെയിൻ, പേശികലകൾക്ക് വേദനയുണ്ടാവും. മസിൽ വീക്ക്നെസ്, മസിലുകൾക്ക് ശക്തി ക്ഷയിക്കുവാനുള്ള കാരണമുണ്ടായിത്തീരും. അപ്പം ഇവയെല്ലാമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. ഐ സപ്പോസ് ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം.